നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയിലെ ക്യാപ്റ്റൻ്റെ കഥയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുടങ്ങിയത്. മലയാളിയുടെ പ്രിയപ്പെട്ട പവനായിയുടെ കഥ ഈ എപ്പിസോഡിലും തുടർന്ന് കേൾക്കാം. പട്ടാളത്തിന് ശേഷമുള്ളൊരു ജീവിതം. രാജു ചായ, എനിക്ക് ചോദ്യമുണ്ട്. 1978 മുതൽ നമ്മൾ ബോംബെ ജീവിതം തുടങ്ങിയതാണ്. ഈശ്വരൻ എന്ന നാടകത്തിൽ ചെകുത്താനും ഈശ്വരനായിട്ട്. അതിനുശേഷം നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ പോയി തമിഴ്, തെലുങ്ക്, മലയാളം തുടങ്ങിയതിലും മദ്രാസിലും പിന്നെ തിരുവനന്തപുരത്തും പിന്നെ കൊച്ചിയിലും നിങ്ങൾ സെറ്റിൽ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ എല്ലാം വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ എന്ത് നേടി? വാട്ട് യു ഗെയിൻ ഫ്രം ഓൾ ദിസ്? താങ്കളുടെ മുംബൈ സുഹൃത്താണ്, ഉത്തമ സുഹൃത്താണ്. അദ്ദേഹം മുംബൈ തന്നെയാണ് ഇപ്പോൾ. അന്നും ഇന്നും ബോംബെയിലാണ്. അവിടുത്തെ ഏറ്റവും ലീഡിങ് സ്റ്റേജ് ആക്ടറാണ് അദ്ദേഹം. ബാലാജി എന്ന പേര്. തൃപ്പൂണിത്തുറക്കാരനാണ്, നല്ല ശുദ്ധ ബ്രാഹ്മണനാണ്. ഇദ്ദേഹം ചോദിച്ച ചോദ്യം, ഞങ്ങൾ ആ ചെറുപ്പകാലത്ത് തന്നെ പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ ഈശ്വരൻ അറസ്റ്റിൽ നിന്നുള്ള നാടകത്തിൽ കൂടെ ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് കയറുന്നത്. അന്ന് അതിൻ്റെ ഡയറക്ടർ മിസ്റ്റർ വേണു ഇപ്പോൾ എറണാകുളത്തുണ്ട്. വേണുവേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത്. നല്ല മിടുക്കൻ, നല്ല കലാകാരനാണ്. അദ്ദേഹം ആ സംവിധാനം ചെയ്യുന്നത്. പ്രതിഭാ തിയേറ്റേഴ്സിൻ്റെ എല്ലാം തൂണും അദ്ദേഹം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടും തുടങ്ങി. ഈ നാടകത്തിലെ ഈശ്വരൻ ഈ ബാലാജിയാണ്, ചെകുത്താൻ ഞാനാണ്. പക്ഷെ ഒരു കാര്യം, മരിച്ചു വരുന്ന ആത്മാക്കളെല്ലാം ആരുടെ അടുത്തേക്ക് ആദ്യം വരുന്നത്? അവർ നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടും കൂടെ ഇരിക്കുന്നത്. ഈശ്വരനാണേലും വന്നു കയറുന്ന ആത്മാക്കളുടെ വിചാരം ഞാനാ ഈശ്വരൻ എന്നാണ്. ഓ, അങ്ങനെ തെറ്റായി പോകും. അപ്പോൾ അവരുടെ ഫീലിൽ കണ്ടാൽ വേറൊരു ലുക്കല്ലേ എനിക്ക്. അദ്ദേഹത്തിന് മോശമല്ലാത്ത യഥാർത്ഥ ഈശ്വരൻ ചെകുത്താനാകുകയും ചെകുത്താൻ ഈശ്വരനാവുകയും ചെയ്തു. അങ്ങനെയാവും. വന്നു കയറുന്ന മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസിൻ്റെ ആത്മാക്കളുടെ NN പിള്ളച്ചേട്ടൻ്റെ ഉണ്ടാക്കിയെടുത്ത നാടകമാണ്. ഭയങ്കര രസമാണ് നാടകം. അദ്ദേഹത്തിൻ്റെ ചോദ്യം, ഇത്രയും കാലം എന്ത് കിട്ടി? എനിക്ക് നല്ല സുഹൃത്ത് ബന്ധം കിട്ടി. ഒരിക്കലും നശിക്കാത്ത, പൊടിഞ്ഞു പോവാത്ത ഒരേ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളാണ്. ആണോ? തീർച്ചയായും. ഞാൻ ആ കാര്യത്തിൽ ഭയങ്കര സെൻറ്റിമെൻ്റലാണ്, ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കും ബ്രിട്ടാസെ. നല്ല ബന്ധങ്ങൾ വാങ്ങിക്കാനൊക്കെയല്ല. സുഹൃത്തുക്കൾ പതിറ്റാണ്ടുകളായി നിങ്ങൾ ആ സൗഹൃദം നടത്തുന്നു. ഇപ്പം നിങ്ങൾ വീണ്ടും മുംബൈയിൽ ഒരുമിച്ച് ചേരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? എന്താ ചെയ്യാമെന്നോ? സത്യം പറയട്ടെ, സത്യമേ പറയാവുള്ളൂ. സത്യമേ പറയുള്ളൂ. വല്ലപ്പോഴും ഇവരൊക്കെ ക്ലബ്ബുണ്ട്, മാത്യൂസ് ക്ലബ് മെമ്പറൊക്കെയാണ്. ഞങ്ങളെല്ലാം കൂടെ ക്ലബ്ബിൽ പോകും. ഒരു പെഗ് ഒഴിച്ച് തന്നിട്ട് നല്ല ഫിഷ് ഫിംഗറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൊണ്ട് നന്ന ഫ്രൈ എല്ലാം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അന്നേരം ബ്രാൻഡി ആണെങ്കിൽ നല്ല ബ്രാൻഡേ ഞാൻ കഴിക്കുകയുള്ളൂ. അത് ഞങ്ങളുടെ പട്ടാളക്കാരനല്ല, ഞാൻ കഴിക്കത്തില്ല എന്ന് പറയില്ല. പക്ഷേ ഒരു പെഗ് അങ്ങേയറ്റ ഹിസ്റ്ററി ഇത്രയും നാളെ എടുത്ത് കഴിഞ്ഞാൽ അങ്ങേയറ്റ സെക്കൻഡ് പെഗ് വരെ കുടിച്ചിട്ടുണ്ടാവാം. ആ കൂട്ടായ്മയ്ക്ക് എന്തായാലും ഈ ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ഒരു സാധനത്തിന് എന്തോ മഹത്വമുണ്ട്. ഒരു ലെവലൈസർ എല്ലാം കൊണ്ട് ഒരു ഈ വലിയ ശരീരത്തിലേക്ക് ആകെ ഒരു 2 പെഗ് എന്ന് കഴിഞ്ഞാൽ വല്ലതും ആവും. അത് തന്നെ കൂടുതലാണ്. ആണോ? ശരീരത്തിന്റെ പ്രശ്നമല്ലല്ലോ. ഇവൻ എളുപ്പം ബ്ലഡ് ചെന്ന് ആമാശയത്തിൽ വീഴുമ്പോൾ തന്നെ ബ്ലഡ് അബ്സോർബ്. ഇടയ്ക്കെങ്കിലും ഒന്ന് അല്പം കൂടുതൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്തിന് ഇല്ല. ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ചിട്ടയാണ്. അതിനുശേഷം നിങ്ങൾ ഞാൻ ചോദിച്ചു വരുന്നത് പഴയ ഗതകാല സ്മരണകളായവർ ഇനി എന്നെ ഒതുക്കാനുള്ള രീതിയിലാണല്ലോ. ഈ സിംഹം അറ്റാക്ക് ചെയ്യാൻ നേരം സിംഹത്തിനൊരു ഇരിപ്പുണ്ട്, ഇങ്ങനെ വരും. കുഞ്ഞവിടെ നിന്നിച്ച് ഇങ്ങനെ വന്നിരുന്നപ്പോൾ തന്നെ ഇനി ഇയാളെ ഒന്ന് ഒതുക്കി കളയാവുന്നതാണെങ്കിൽ ഒരിക്കലും മുമ്പോട്ട് വരും. അതെ, ഒരിക്കലും ഇല്ല. എന്താ കാരണം വെച്ചാൽ ക്യാപ്റ്റൻ രാജു എന്ന് പറഞ്ഞ ഒരു ആരെ പറഞ്ഞ പോലെ പുലിയല്ല, പുപ്പുലിയാന്ന് എനിക്കറിയാം. ഭയങ്കര ഞാൻ പുലിയല്ല, വിശാഖ നക്ഷത്രത്തിന്റെ മൃഗം സിംഹമാണ്. മുമ്പിലിരിക്കുന്ന ഒരു സിംഹം ഓർത്താൽ മതി. യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ ഒരു രൂപം തന്നെ ഒരു സിംഹത്തിന് വേണമെങ്കിൽ. ഓക്കെ, അപ്പം ഞാൻ ചോദിച്ചു വരുന്നത് വേറൊന്നുമല്ല. നിങ്ങൾ ഈ സുഹൃത്തുക്കൾ ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പതിറ്റാണ്ടുകളുടെ ഒരുപാട് കഥകൾ, രസകരമായ കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. അതൊക്കെ ഷെയർ ചെയ്യുന്നതിലാണോ താങ്കളെ സായുജ്യം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പഴമയല്ല? ബാലാജിക്ക് മൂത്ത മോൾ 2 പെൺകുഞ്ഞുങ്ങളാണ്. അവിടെ വിവാഹം വന്നപ്പം ഞങ്ങളുടെ കൂട്ടായ്മ, അന്ന് ബാലാജി ഞങ്ങൾക്കെല്ലാം ഒരേ മാതിരിയുള്ള ഡബിള്, വലിയ വീതിയുള്ള, തമിഴ്നാട്ടിലെവിടെ പോയി അദ്ദേഹം എടുത്ത ഇത്രയും വീതിയുള്ള കരയുള്ള കസവ്, വലിയ കസവുള്ള മുണ്ട്, അതിനിടാനുള്ള ഷോള്, അതിനുള്ള ഉടുപ്പ് എല്ലാം ഒരേ മാതിരി ഞങ്ങൾക്കെല്ലാം റെഡിയാക്കി തന്നെ. ഞങ്ങൾ ഈ 4 പേരും അതേ വേഷത്തിലാണ് പുള്ളിയുടെ മോടെ കല്യാണത്തിന് പോയത്. കല്യാണം മംഗളമാക്കുക എന്നായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം, അല്ല പാസ്റ്റ് ഓർത്തിരിക്കുകയല്ല. അപ്പോൾ അവിടെ പോയി തിന്നാൻ കുടിക്കാനല്ല പോകുന്നത്. ഈ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആഹാരമല്ല ഞാൻ നോക്കുന്നത്. എന്തായാലും താങ്കൾക്ക് നല്ല ഭക്ഷണം അവർ തരും, കിട്ടുമല്ലോ. ഇനി അതൊന്ന് പറഞ്ഞോട്ടെ, ആ പോർഷൻ ജന്മം കൊണ്ടൊരു സത്യം പറയുന്നു. എവിടെ ചെന്നാലും 7 സ്റ്റാർ ഹോട്ടൽ മാതിരിയുള്ള ഫുഡും സ്വീകരണവും സ്നേഹവും എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അതാണ്. താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണ വിഭവം എന്താണ്? ബീഫാണോ, പോത്താണോ? പ്രോൺസാണ്.
ഓഹോ. അത് ചുമ്മാ ഒന്നും വെച്ചാൽ ഒക്കത്തില്ല. കൊടംപുളി ഇട്ട് മീൻകറി വെക്കത്തില്ലേ, അതേമാതിരി ചുമന്ന മുളക് അരച്ച കറിയാണേലേ എനിക്ക് സന്തോഷമുള്ളൂ. മൺചട്ടിയിൽ കറി വെക്കണം. മൺചട്ടി വെച്ചാൽ രുചി കൂടും. രുചി കൂടും. അതെ. എൻ്റെ വൈഫ് ബോംബെ ജനിച്ചു വളർന്ന ഇടീ മൺചട്ടി വേണമെന്ന് പറഞ്ഞാൽ എവിടെയും പോയി ഉണ്ടാക്കിക്കൊണ്ട് വരാൻ പറയും. അത് പെണ്ണുങ്ങളോട് അതൊന്നും പറയാൻ നോക്കില്ല. ഈ സിംഹം വീട്ടിൽ കയറിയ ഒരു പൂച്ചയാണല്ലേ? അല്ലല്ല, അത് പക്വത ഇച്ചിരി തന്ത്രം ഉപയോഗിച്ചാലേ വീട്ടുകളിൽ. ഭാര്യയെ പേടിയല്ലേ ആക്ച്വലി? BP ആണോ? അല്ലേ, BJP എന്ന് പറഞ്ഞില്ല. അതിന്റെ ഡെഫിനേഷൻ എനിക്കറിയാം. അത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാം. ചെവിയിൽ പോകുന്നതിന് മുമ്പേ പറയാം BJP എന്തോ. ഭാര്യ ജാസ്തി പേടി. അതും അങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ വേറെ. ഞാനിപ്പോ താങ്കൾക്ക് കൃത്യമായിട്ടൊരു മറുപടി ഞാൻ പറഞ്ഞു. അല്ല, ജാസ്തി പേടിയൊന്നും ഇല്ല, അങ്ങനെ ഒരിക്കലും ഇല്ല. അതെന്റെ വൈഫ് ആയില്യമാണ്. അതും പാമ്പാ. സിംഹവും പാമ്പും കൂടെ മുട്ടിയാൽ എങ്ങനെ ഇരിക്കും? പാമ്പാണ്. വൈഫിന്റെ നക്ഷത്രം ആയില്യമാണ്. രാജവെമ്പാലയാണോ? അത് കരിമൂക്കനാവാം. അത് ഏതിലോ ഒന്ന് ആ വർഗം. അല്ല, അവർക്ക് ആ നക്ഷത്രത്തിന്റെ ക്വാളിറ്റീസ് എൻ്റെ വൈഫിലും ഉണ്ട്. ഹാർഡാ അവര്. പാമ്പിന് സെന്റിമെന്റ്സ് ഉണ്ടോ? പാമ്പ് മുട്ടയിട്ട് വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോയി പാല് കൊടുക്കുന്ന ബ്രിട്ടാസ് കണ്ടിട്ടുണ്ടോ? പാമ്പിന് ബ്രസ്റ്റ് ഉണ്ടോ? ചുമ്മാ ചോദിക്കുക. ഇനി അത് വേറെ വിധത്തിൽ എടുത്തു കളയല്ലേ? പെൺപാമ്പിന് ഇവിടെ ഇങ്ങനെ കൊച്ചു കൊച്ചു പുലിക്കൊക്കെ ഉള്ള മാതിരി ഇവിടെ ഇങ്ങനെ മുലകളുണ്ടോ? പാമ്പും കുഞ്ഞു വന്ന് നം 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 ചപ്പി കുടിക്കാനുണ്ടോ? എന്താ പാമ്പിന് ദൈവം മുല കൊടുക്കാൻ? എന്താ കൊടുക്കത്തില്ല. ചേച്ചിയുടെ പേരെന്താ? എന്താ അവിടെ പേരെടുത്ത് കൊല്ലാനാണോ? അവിടെ പേര് പ്രമീള എന്നാ. പ്രമീള ചേച്ചി, ഞാൻ ഉത്തരവാദിയല്ല. ചേച്ചിനെ പാമ്പാക്കുകയും ഇതൊക്കെ ആക്കുകയൊക്കെ ചെയ്ത്. പ്രമീള, നീ കാണുന്നുണ്ടല്ലോ എന്നെ ഇത് ഈ ലെവലിൽ കൊണ്ടുവന്നത് ബ്രിട്ടാസാ കേട്ടോ. കേൾക്കുന്നുണ്ടേ നീ? ഇത് എഡിറ്റ് ചെയ്ത് കളയല്ലേ?